പ്രിയ സുഹൃത്തുക്കളെ, ഇന്നൊരു പെൻ ടാബ്ലറ്റിനെ പറ്റിയുള്ള വീഡിയോയാണ്. VEIKK S640 പെൻ ടാബ്ലറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതെൻ്റെ ഒരു സുഹൃത്ത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ITIT സ്കൂൾ UBUNTU 18.04 പ്രവർത്തിക്കുന്നില്ല എന്ന കാരണത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്നതാണിത്. ഇത് എങ്ങനെ ITIT സ്കൂൾ GNU Linux 18.04 ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ പെൻ ടാബ്ലറ്റ് നമുക്കൊന്ന് തുറന്നു കാണാം. ഇതിൽ എഴുതാനുള്ള സ്റ്റൈലസ്, അതുപോലെ തന്നെ നമ്മുടെ പെൻ ടാബ്ലറ്റ് ഈ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു USB കണക്ടർ ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുക. മറ്റ് ഷോർട്ട് കട്ട് കീകളൊന്നും ഇതിൽ ഇല്ല. ഒരു ഏറ്റവും ബേസിക് മോഡൽ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണിത്. വളരെ ചീപ്പായിട്ട് ലഭിക്കുന്ന ഒരു മോഡലാണ്. പക്ഷേ ഇതിന് പ്രോപ്പറായിട്ടുള്ള ലിനക്സ് സപ്പോർട്ട് കമ്പനി നൽകുന്നില്ല. വിൻഡോസിലും ആൻഡ്രോയിഡിലും ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ ഒരു ചെറിയ ഡ്രൈവർ ഡൗൺലോഡുമായിട്ട് ബന്ധപ്പെട്ട കാർഡുകളൊക്കെ ലഭ്യമാണ്. പക്ഷേ ഇതിൽ ഉബണ്ടു അല്ലെങ്കിൽ ലിനക്സിൽ ഉള്ള ഡ്രൈവറുകൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കമ്പനി അതിനെപ്പറ്റിയൊന്നും കൃത്യമായിട്ട് ഗൈഡ് ലൈനുകളൊന്നും തരുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം ഒരു 2 OTG കണക്ടറുകൾ നൽകുന്നുണ്ട്. അതിലൊന്ന് USB-C ടൈപ്പാണ്, C ടൈപ്പ് കണക്ടറും മറ്റൊന്ന് മൈക്രോ USB കണക്ടറുമാണ് ഇതിൻ്റെ അകത്ത് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഈ പെൻ ടാബ്ലറ്റിൻ്റെ സ്റ്റൈലസിൻ്റെ നിബ്ബുകൾ എക്സ്ട്രാ നൽകിയിട്ടുണ്ട്. നിബ്ബുകൾ റിമൂവ് ചെയ്യാനുള്ളൊരു ടൂളും നൽകിയിട്ടുണ്ട്. സ്റ്റൈലസിന് 2 ബട്ടണുകൾ ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രഷർ സെൻസിറ്റീവ് ആണ് ഇതിൻ്റെ പെന്നിൻ്റെ നിബ്ബ്. നമുക്ക് ആദ്യം ഇതൊന്ന് ആൻഡ്രോയിഡ് ഫോണിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, പ്രോപ്പറായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ OTG കേബിൾ എടുക്കാം. ഇതിൽ എൻ്റെ കയ്യിലുള്ള ഫോൺ മൈക്രോ USB കോമ്പാറ്റബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മൈക്രോ USB കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഈ ഒരു OTG കേബിളിലേക്ക് കണക്ട് ചെയ്യാം. നമുക്കിതിനെ USB OTG കണക്ടർ ഉപയോഗിച്ച് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും, ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോണുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പെൻ ടാബ്ലറ്റിൻ്റെ സ്റ്റൈലസ് മുകളിലൂടെ ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു മൗസ് പോയിൻ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ടാബ്ലറ്റിൽ ടച്ച് ചെയ്യേണ്ട മൗസ് ഇതിലൂടെ മുകളിലൂടെ ഹോവർ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൂടെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു മൗസ് പോയിൻ്റർ സ്ക്രീനിൽ ദൃശ്യമാകും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇവിടെയുള്ള ഒരു LED-യും ഗ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ ഇതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് ക്ലിക്കാകുന്ന ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് ആപ്ലിക്കേഷനാണോ നമുക്ക് എടുക്കേണ്ടത് ആ ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ സാധാരണഗതിയിൽ ഒരു മൗസ് പോയിൻ്റർ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ജാംബോർഡ് തുറക്കുകയാണ്. ജാംബോർഡ് തുറന്നൊരു പുതിയ ബോർഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിവിടെ പെൻ ഉപയോഗിച്ചിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡിൽ ഇത് യാതൊരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ലാൻഡ്സ്കേപ്പ് മോഡിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കാം. ലാൻഡ്സ്കേപ്പ് മോഡിലാണെങ്കിലും ഇതിൻ്റെ പെൻ ടാബ്ലറ്റിൻ്റെ സർഫസ് പോർട്രേറ്റ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ നമ്മൾ ഇങ്ങോട്ടൊരു വര വരയ്ക്കുകയാണെങ്കിൽ അത് ഈ ഭാഗം വരെയാണ് അത് എത്തുന്നുള്ളൂ, അതിൻ്റെ പകുതി ഭാഗം വരെ എത്തുന്നുള്ളൂ. താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ ഭാഗത്ത് എത്തുന്നത് വരെയാണ് അതിൻ്റെ സെൻസിറ്റിവിറ്റി വരുന്നത്. ലാൻഡ്സ്കേപ്പ് മോഡിൽ വേണ്ട രീതിയിൽ അത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മ ഇതിനുണ്ട്. എന്നാൽ പോർട്രേറ്റ് മോഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നുമുണ്ട്.
ഇനി ഈ പെൻ ടാബ്ലറ്റ് എങ്ങനെ IT സ്കൂൾ GNU Linux 18.04 എങ്ങനെ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടറിൽ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ തെളിവാണ് നമ്മളിവിടെ കാണുന്ന ഈ LED ഇൻഡിക്കേഷൻ. പക്ഷേ ടാബ്ലറ്റ് ഉപയോഗിച്ച് നമുക്ക് മൗസ് ഇൻറ്ററാക്ഷൻ സാധിക്കുന്നില്ല. പ്രോപ്പറായിട്ടുള്ള ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്കിത് പരിഹരിക്കാം. കമ്പനി ഇതിനുള്ള ഡ്രൈവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിലും ലിനക്സ് കമ്മ്യൂണിറ്റി ഇതിന് ഒരു ഡ്രൈവർ നൽകുന്നുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു GitHub റെപ്പോസിറ്ററിയിൽ നിന്ന് നമുക്കിതിൻ്റെ ഡ്രൈവർ ലഭ്യമാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രൈവറാണിത്. ഇതിൻ്റെ ജനറിക് ആയിട്ടുള്ള ഡ്രൈവർ പ്രവർത്തിക്കുന്നില്ല. അതിനാൽ അതിൻ്റെ ജനറിക് ഡ്രൈവർ ക്ലോൺ ചെയ്ത് ഒരു ഡെവലപ്പർ അത് പ്രോപ്പറായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ട് നമുക്കതിൻ്റെ സോഴ്സ് കോഡ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് സിപ്പ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ഫയൽ കൊടുത്ത് നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഈ സിപ്പ് ഫയൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ ചെന്ന് ഈ ഒരു ഡ്രൈവർ ഫയൽ നമുക്കിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം തുറന്നു നോക്കുക. ഈ സോഴ്സ് കോഡിൽ നിന്ന് ഡ്രൈവർ നമുക്ക് കമ്പൈൽ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ ഇതിലെവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഈ ഫോൾഡർ നമുക്ക് ടെർമിനലിൽ തുറന്ന് കിട്ടിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ഞാൻ make എന്ന കമാൻഡ് കൊടുത്ത് എൻ്റർ കീ അമർത്തുന്നു. ഈ സമയം ഡ്രൈവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ നിർമ്മിച്ച് ആ ഫോൾഡറിലേക്ക് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് sudo സ്പേസ് make സ്പേസ് install ഇൻസ്റ്റാൾ സ്പേസ് clean ഈ ഒരു കമാൻഡ് നൽകുക. കമാൻഡുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റർ കീ അമർത്തുക. നമ്മൾ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ദൃശ്യമാകില്ല എങ്കിലും ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തുക. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തു നിൽക്കാം. ഇപ്പോൾ സിസ്റ്റത്തിലേക്ക് ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പെൻ ടാബ്ലറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പെൻ ടാബ്ലറ്റ് എടുക്കാം. പെൻ ടാബ്ലറ്റ് എടുത്ത് നമുക്കിതിലൂടെ മൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഈ ഒരു പർട്ടിക്കുലർ ഡ്രൈവർ കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ ഉബുണ്ടുവിൽ നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇതൊരു വളരെ ചീപ്പ് റേറ്റുള്ള ഒരു പെൻ ടാബ്ലറ്റാണ്. ഇതിന് എക്സ്ട്രാ കീസ് ഒന്നുമില്ല. എങ്കിലും ഒരു അധ്യാപകരുടെ ഉപയോഗത്തിനൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിന് കമ്പനി ഒരു ഡ്രൈവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അപ്പോൾ ഞാൻ ഏതായാലും ഇതിനെ പുതുതായിട്ട് വാങ്ങിക്കുന്നവർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡെക്കോ മിനി 7 എന്ന് പറയുന്ന ഈ XP പെന്നിൻ്റെ മോഡലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. XP പെന്നിൻ്റെ മിക്ക മോഡലുകളും നമ്മുടെ ഉബുണ്ടുവിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു സംഗതി. ഒരു പ്രത്യേകിച്ച് ഒരു മോഡലിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടല്ല, നമ്മുടെ ഉബുണ്ടുവിൽ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതും ചീപ്പ് റേറ്റിൽ ലഭിക്കുന്ന ഒരു മോഡൽ തന്നെയാണ്. ഇതിന് അറൗണ്ട് ഒരു 3000 എബവ് റേറ്റ് ഇതിന് വരുന്നുണ്ട്. VEIKKയുടെ മോഡലിന്. ഇതിനും ഏതാണ്ട് ഒരു 3700 ആ റേഞ്ചിൽ ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചതാണ്. അപ്പം ഇതാണ് ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബട്ടണുകളുണ്ട്, കോൺഫിഗർ ചെയ്യാൻ ഷോർട്ട് കട്ട് കീകളുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. നമുക്കിത് KITE എന്ന ആപ്ലിക്കേഷനിൽ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ആപ്ലിക്കേഷൻ ഗ്രാഫിക്സിൽ KITE എന്ന ആപ്ലിക്കേഷൻ തുറക്കുക. പുതിയ ഡോക്യുമെൻ്റ് തുറക്കാം. അതിൽ നമുക്ക് ബ്രഷ് എടുത്തിട്ട് ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഇത് പ്രഷർ സെൻസിറ്റീവ് ആയിട്ട് തന്നെ കൃത്യമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ വളരെ ലൈറ്റായിട്ട് ഡ്രോ ചെയ്യുമ്പോൾ ലൈറ്റായിട്ടും കൂടുതൽ അമർത്തുന്ന സമയത്ത് അത് വരയുടെ കട്ടി വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം ഇത് കൃത്യമായിട്ട് അതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റി അടക്കം ഉള്ള കാര്യങ്ങൾ ഈ ഡ്രൈവറിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ടീച്ചേഴ്സിന് എഴുതി പഠിപ്പിക്കാൻ ആവശ്യമായ ഏറ്റവും നല്ല ആപ്ലിക്കേഷനുകൾ അടുത്ത ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.